ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നീണ്ടകരയാണ്. നീണ്ടകരയിലെ ഫ്രഷ് ഫിഷിംഗ് വിശേഷങ്ങളാണ് കഴിച്ച് ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു വലിയൊരു ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ കയറുന്ന സമയത്ത് ബാക്ക് സൈഡ് ഈ ഒരു സൈഡിലായിട്ടാണ് ആക്ച്വലി നെറ്റ് എല്ലാം സംഭവം വിരിച്ചിട്ട് ട്രെയിൻ വഴി ഇങ്ങനെ തൂക്കി സംഭവം ഇവിടെയാണ് സംഭവം ഡംപ് ചെയ്യുന്നത്. അതിനുശേഷം അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ട് താഴെ ഫ്രീസറിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇഷ്ടംപോലെ ബോക്സ് ഒക്കെ ഇരിക്കുന്നത് കാണാം. ഇപ്പോൾ ക്രെയിനും അതോടനുബന്ധിച്ച് ടയറും മറ്റ് സംഭവങ്ങളൊക്കെയാണ് ഗൈസ് ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നത്. ഇത് ഈ സൈഡ് വന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ആശാൻ ഇരിക്കുന്ന സ്ഥലം, ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് കുക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വലകളൊക്കെ സംഭവം കിടപ്പുണ്ട്. ഉണ്ടോ, ആങ്കർ കിടപ്പുണ്ട്. ആങ്കറൊക്കെ ആണെങ്കിൽ സംഭവം തുരുമ്പിച്ചാണ് ഇരിക്കുന്നത്. അത് കടലിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ നെറ്റ്സ് ആണെങ്കിൽ സംഭവം ഇവിടെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഫ്രണ്ട് വരുന്നത്. ഇവിടെ ഒരു ജനറേറ്റർ ആണെങ്കിൽ റണ്ണിങ്ങിലാണ്. വേണ്ട കയറൊക്കെ വേണ്ട എന്ത് സൈസ് നോക്കിയാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ബോട്ടിൽ നിന്ന് നമുക്ക് അപ്പുറത്തൊക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പുറത്തെ ഒരു ബ്രോ ആണെങ്കിൽ ഫിഷിങ് സംഭവം ചെയ്യുന്നുണ്ട്. ഇതാണ് ഫ്രാങ്ക് ഇരിക്കുന്ന സ്ഥലം. സ്വർഗീയ രാജ്ഞി എന്നാണ് സംഭവം ഇതിൻ്റെ പേര് കേട്ടോ. ഇവിടെയൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും. ഫ്രീസറിൻ്റെ ആ ഒരു സ്റ്റോറേജ് റൂമാണ് കേസ്. ഇവിടെയൊക്കെ ആണെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ആ ഒരു സ്പേസാണ് കേട്ടോ. ഇതൊക്കെ ആക്ച്വലി കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളമാണ്. ചില സമയത്ത് ഒരു ക്യാനൊക്കെ സംഭവം വെച്ചിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കും കഴിക്കാൻ വേണ്ടിയുള്ള. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴോട്ടൊന്ന് ഇറങ്ങണം. ശ്രാങ്കണ്ണം താന്നിപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാൻ വേണ്ടി. ഏത് സൈഡിൽ കൂടെ ഗൈസ്? അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. സ്റ്റോറേജ് യൂണിറ്റും എല്ലാ സംഭവം ഉണ്ട്. വലിയൊരു കുക്കർ ഇതായിരിക്കുന്നുണ്ട്, പ്രഷർ കുക്കർ. അപ്പോൾ ചെരുപ്പ് റിമൂവ് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ഏരിയ ആണ് ആക്ച്വലി ഇത്. ഇവിടെ ഗ്യാസ് അടുപ്പ് സംഭവങ്ങളൊക്കെ കൊണ്ട് ഇവിടെ കുക്കിംഗ് അറ്റ് പ്രസൻറ്റ് ഇല്ല. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്കിങ്ങിൻ്റെ സംഭവം ഒന്ന് കാണിച്ചു തരായിരുന്നു. A to Z ഐറ്റംസിലൊക്കെയാണ് ഇത് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ മസാല കൂട്ടുകളും എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ ശ്രാങ്കരിക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് സംഭവം വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പൊക്കെ ആണെങ്കിൽ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ആക്ച്വലി ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഇത് എക്കോ സൗണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ റണ്ണിങ്ങിൻ്റെ സമയത്ത് അടിയിൽ ഫിഷിൻ്റെ ആ ഒരു പോകുന്ന അറിയാൻ പറ്റും. അതിൻ്റെ ഡെപ്ത് മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. റിവേഴ്സ് ഗിയർ അതിൻ്റെ സംഭവങ്ങൾ എല്ലാ സംഭവം. ഇതാണ് ആക്ച്വലി നമ്മുടെ ശ്രാങ്കരിക്കുന്ന ആ ഒരു ഏരിയ. നമ്മൾ കുറച്ചും കൂടെ പോകുമ്പോഴേക്കും ഇവിടെയൊക്കെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നു കേട്ടോ. അതാണ് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സ്ഥലം വന്നിട്ട് ആക്ച്വലി ഫിഷിങ്ങിന് വേണ്ടി ചെറിയ കുക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ക്രെയിനിൻ്റെ ആ ഒരു സെറ്റപ്പും കയറും സംഭവങ്ങളൊക്കെ കൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ താഴോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കണമെന്നുണ്ട്. മീൻ തീരാറായിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല, ഒരു ഗുമ്മുണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഈ സൈഡിലാണെങ്കിൽ ഓൾറെഡി വന്ന് അരമണിക്കൂറായി. മീനൊക്കെ ഇനി വരുന്നുണ്ടെങ്കിൽ സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മീൻ ഇതിൻ്റെ അകത്താണ് സംഭവം ആക്ച്വലി ഫ്രീസർ. മീൻ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറേജ് ഒരു യൂണിറ്റിലോട്ട് താഴോട്ടൊന്ന് ഇറങ്ങിയാണ്. നമ്മൾ അകത്തോട്ട് വന്ന് മീനിന് സംഭവം മുകളിൽ റേറ്റ് സംഭവം വലുതായിട്ട് ലേലം നടക്കാത്തതുകൊണ്ട് മീനിനെ സംഭവം എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോകാം. ഇവിടെ രണ്ടുപേര് താന്നിപ്പുണ്ട്. അയ്യോ, സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ ഇതിന് മുമ്പ് തന്നെ മീഡിയം സൈസ് വലിയ ബോട്ടും ഉണ്ട്, ലാർജ് സൈസും ഉണ്ട്, സ്മോൾ സൈസ് ബോട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ സംഭവം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഐസൊക്കെ സംഭവം ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അത് വേസ്റ്റ് മീനാ. വളം അത് വളത്തിന് വേണ്ടിയുള്ള വേസ്റ്റ് മീനാണ് കേട്ടോ. അല്ലാത്ത മീനൊക്കെ ആണെങ്കിൽ ഇവിടെ സോർട്ട് ഔട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അയില, മിക്കത് അയില തന്നെയാണല്ലേ കൂടുതൽ? അയിലയാണ് കൂടുതലായിട്ടും ഉള്ളത്. കാരക്കുട്ടി, പിന്നെ കണവ സംഭവം 2-3 കണവൊക്കെ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ ഐസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം അയില തന്നെ അല്ലേ? ഫുള്ളും അയില ഐസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കാര തന്നെ, ഇതും കാരയുടെ ചെറുത് തന്നെയാണ്. ഇപ്പുറത്തെ സൈഡിലുള്ള മീനൊക്കെ എടുത്തത് അത് അയില തന്നെയാണ് അല്ലേ? അയില തന്നെയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡൊക്കെ ഇങ്ങനെ ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സിലൊക്കെ ഇങ്ങനെ ഐസ് ആണെങ്കിൽ ഇട്ട് ഫില്ല് ചെയ്ത് മീനിട്ട് വെക്കും. ഇപ്പുറത്തെ സംഭവം ഇവിടെ കണവയാണല്ലേ? വലിയ സൈസ് കണവ. ഇത് കഴിക്കുന്ന സംഭവം കണവ തന്നെ. മറ്റേ വലിയ നല്ല സൈസ് വരുമല്ലോ, അതല്ലല്ലേ? അതില്ലല്ലോ, സ്ക്വിഡ് അല്ലേ? ഇതല്ല, ഇത് ഇവിടെ നല്ല പെരുസായിട്ട് വരുമല്ലേ? പേക്കണോ? അതില്ലല്ലേ? ഓക്കെ,
അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവരല്ലാതെ കുറച്ച് ഐസൊക്കെയാണ് ഇവിടെ കുറച്ച് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ ആണ് ഇത്. ആക്ച്വലി മീഡിയം സൈസ് ബോട്ടാണ്. ആ ഒരു ബോട്ടിൻ്റെ അകത്തുള്ള ഫ്രീസർ വിശേഷമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരിമീൻ എന്താ കണ്ട, ഇത് സംഭവം കണ്ട, ഇത് വരമീനാ? വരിമീൻ. ഓക്കെ, സംഭവം കണ്ട, അതിനെ കുത്തിയൊക്കെയാണ് സംഭവം എടുക്കുന്നത് അല്ലേ? ഇത് ചൂണ്ടായിട്ടാണ് എടുക്കുന്നത്? ചൂണ്ടായിട്ടാണ് സംഭവം എടുക്കുന്നത്. ഓക്കെ, ഇനി ഇഷ്ടംപോലെ ഉണ്ടാ? ഈ 3 എണ്ണം ഉള്ളല്ലേ? 3 എണ്ണം സംഭവം ഫിഷിങ് സംഭവം ചെയ്തെടുത്താണ്.